സൈക്കോളജി സീരീസിന്റെ 26ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വൈകാരികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ട്രേഡിംഗിൽ പലപ്പോഴും വലിയ നഷ്ടങ്ങൾക്കും ട്രേഡിംഗിലെ പരാജയത്തിനും കാരണമാവുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ സാധാരണ നിങ്ങളുടെ ജീവിതത്തിലെ പല ഘട്ടത്തിലുമുള്ള പല ഡിസിഷനുകളെയും കുഴപ്പത്തിലാക്കുകയും മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വൈകാരികമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതിന്റെ പിറകിലെ സാങ്കേതികതയും അതിന്റെ പിറകിലെ മനഃശാസ്ത്രവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നത്. നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്ത ടാർഗറ്റിന്റെ മുമ്പ് പെട്ടെന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് പോകുന്നു എന്ന് കരുതി അപ്പോഴത്തെ ഇമോഷന്റെ പുറത്ത് നിങ്ങളൊരു ട്രേഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. നിങ്ങൾ വലിയ ലോസ് മേക്ക് ചെയ്തതിന് ശേഷം ആ ലോസിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അപ്പോഴത്തെ കറന്റ് ഇമോഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ലോജിക്ക് അല്ലാത്ത പല ട്രേഡുകളുടെയും പിറകിലും ഇതേ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ എഫക്റ്റിന് അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്നാണ് പറയുന്നത്. അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് കറന്റ് ഇമോഷന്റെ ബേസിൽ നിങ്ങളുടെ നിലവിലുള്ള താല്പര്യത്തിന്റെ അല്ലെങ്കിൽ ഡിസ്ലൈക്കിന്റെ ഒക്കെ പുറത്ത് ലോജിക്കുകളെ മറികടന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനം. അത് പലപ്പോഴും മനസ്സ് കണ്ടെത്തുന്ന ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും. അത്തരത്തിൽ മനസ്സെടുക്കുന്ന മനസ്സിന്റെ ഒരു ഷോർട്ട് കട്ട് സീക്കിംഗ് നേച്ചറിനെയാണ്, ഇമോഷന്റെ പുറത്തുള്ള ഷോർട്ട് കട്ട് സീക്കിംഗ് നേച്ചറിനെയാണ് അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഈവൻ റിലേഷൻഷിപ്പുകളെയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു, ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാകുന്നു എന്ന് കരുതുക. അപ്പൊ ആ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡൻസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുകയും പിന്നീട് ആ വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു നേച്ചർ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കറണ്ട് ഇമോഷന്റെ അടിസ്ഥാനത്തിൽ ലോജിക്കലി അനലൈസ് ചെയ്യാതെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആണ്. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഒരു പക്ഷേ ഒരു ദിവസം ചെയ്യുന്ന 50 കാര്യങ്ങളിൽ 49 കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും ഒരു ദിവസം ചെയ്ത ഒരേ ഒരു തെറ്റായ കാര്യം നിങ്ങളുടെ അടുത്ത് ചെയ്ത കാര്യവുമായിരിക്കും. അപ്പൊ മൊത്തത്തിൽ ആ വ്യക്തി നല്ലൊരാളാണെങ്കിൽ പോലും നിങ്ങളോട് ചെയ്ത ആ ഒറ്റ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അയാളെ ജഡ്ജ് ചെയ്യുകയും അയാളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടി യഥാർത്ഥത്തിൽ അവരുടെ പ്രോഗ്രസ് വിലയിരുത്തേണ്ടത് അവരെന്താണോ കമ്മിറ്റ് ചെയ്തത് ആ കമ്മിറ്റ്മെന്റ് എത്രമാത്രം അവർ പൂർത്തിയാക്കി എന്നുള്ളതിന്റെ ലോജിക്കൽ വിശകലനത്തിന്റെ കീഴിലാണ് വേണ്ടത് എങ്കിൽ പോലും നിങ്ങൾ ആ അനാലിസിസിലേക്ക് പോവാതെ നിങ്ങൾക്ക് ആ പാർട്ടിയെ ഇഷ്ടമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആ പാർട്ടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, അതിനെ വോട്ട് ചെയ്യുന്നു എങ്കിൽ അവിടെ നിങ്ങളുടെ കറന്റ് ഇമോഷന്റെ പുറത്താണ് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക്കിന്റെ ഒരു ട്രിഗറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളൊരു റിലീജിയസ് ആസ്പെക്റ്റിൽ നിങ്ങളൊരു മതത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴും ആ മതത്തിൽ ഉണ്ടാവുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ വിമർശിക്കാനോ അതിനെ കണ്ടെത്താനോ അതിനെ വിശകലനം ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥ നിങ്ങളുടെ മനസ്സിൽ വരുത്തി വെക്കുന്നത് ഇതേ പറഞ്ഞ അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ട്രേഡിംഗിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിസ്ക് പെർസെപ്ഷനിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തി തീർക്കുന്നത് ഇതേ അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്ന മെന്റാലിറ്റി കൊണ്ടാണ്. റിസ്ക് പെർസെപ്ഷൻ ട്രേഡിംഗിൽ മാത്രമല്ല കേട്ടോ, റിസ്ക് പെർസെപ്ഷനിൽ വലിയ ചേഞ്ച് അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എങ്ങനെ വരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിൻ യാത്രയെ പറ്റി പറയുന്നതിനിടയ്ക്ക് ആൾ പറഞ്ഞു, ഞാൻ ട്രെയിൻ യാത്ര അധികം പ്രിഫർ ചെയ്യാറില്ല, കാരണം ട്രെയിൻ യാത്ര വളരെ അപകടമാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളാണ്. അപ്പൊ പുള്ളി ഞാൻ ചോദിച്ചു എപ്പോൾ അപകടം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മുമ്പ് ബാംഗ്ലൂരിൽ ഉണ്ടായ 2 ചരക്ക് വണ്ടികൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ആൾ പറഞ്ഞു. പിന്നീട് പറഞ്ഞു മുമ്പ് കടലുണ്ടിപ്പുഴയിൽ ട്രെയിൻ പറഞ്ഞിട്ട് കുറെ അധികം ആളുകൾ മരിച്ചല്ലോ. അപ്പൊ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ആ ഡേറ്റ ശരിയാണ് എന്ന് നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാതെ അതിന്റെ ഒരു പെർസെപ്ഷൻ, ഫാൾസ് പെർസെപ്ഷൻ വെച്ചിട്ട് ആള് മനസ്സിൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്, ട്രെയിൻ യാത്ര വളരെ അപകടമാണ് എന്നുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രാവലുകൾ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേയിലെ യാത്ര എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ട്രെയിൻ അപകടങ്ങളുടെ കണക്ക് തോത് മെഷർ ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട മെട്രിക്സ് ആണ് 1,00,000 കിലോമീറ്ററിനിടയ്ക്ക് 1 മില്യൺ കിലോമീറ്ററിനിടയ്ക്ക് നടന്ന ട്രാവലുകൾക്കിടയിൽ എത്ര അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ലോകവ്യാപകമായിട്ട് ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള്. അത് ലോകത്ത് തന്നെ 1 മില്യൺ ട്രെയിൻ കിലോമീറ്ററിനിടയ്ക്ക് നടക്കുന്ന അപകടങ്ങളുടെ തോത് എന്ന് പറയുന്നത് 0.4 ആണ്. എന്നാൽ ഇന്ത്യയിൽ കറണ്ട് സ്റ്റാറ്റസ് പ്രകാരം 1 മില്യൺ കിലോമീറ്ററിൽ നടക്കുന്ന ട്രെയിൻ അപകടങ്ങൾ എന്ന് പറയുന്നത് 0.03 മാത്രമാണ്. 2020-21 അത് ഇന്ത്യയിൽ 0.65 ആയിരുന്നു.
അപ്പൊ ഈ ഡേറ്റ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്ന് ലോകത്തുള്ള ഏറ്റവും സേഫസ്റ്റ് ട്രാവൽ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ് എന്നിരിക്കെ, പക്ഷെ അയാൾ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ട്രെയിനിലുള്ള യാത്ര വളരെ അപകടകരമാണ് എന്നുള്ളതാണ്. അവിടെ അത് അയാളുടെ കറന്റ് ഇമോഷൻ ആണ് അയാളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങളിപ്പോ ട്രേഡിലേക്ക് വരുമ്പോ പോലും മുമ്പെന്നോ ചെയ്ത് പരീക്ഷിച്ച് പിന്നീട് പരാജയപ്പെട്ട ഒരു മെത്തേഡ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ പണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ട്രേഡ് ചെയ്തിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നഷ്ടങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ നഷ്ടങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് വളരെ അപകടകരമാണ്, അതുമായിട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളത്. എന്നാൽ സാഹചര്യങ്ങൾ മാറുകയും ബാങ്ക് നിഫ്റ്റിയിലെ ബിഹേവിയർ ചിലപ്പോൾ 2 വർഷത്തു നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ മാറുകയും നിങ്ങളുടെ സ്കില്ലുകളിൽ ഒരുപാടധികം വ്യത്യാസം വരികയും നിങ്ങൾ വളരെയധികം സ്കില്ല് ആർജിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അന്നത്തത് പോലെയുള്ള റിസൾട്ട് ആവില്ല. ഇപ്പൊ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വരാൻ സാധ്യതയുള്ളത്. പക്ഷെ നിങ്ങൾ ആ മുമ്പത്തെ ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ, ആ ഫാൾസ് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കരുതുന്നു ഇത് വളരെ യഥാർത്ഥത്തിൽ അത് എത്ര റിസ്ക് ഉണ്ടോ അതിൽ കൂടുതൽ റിസ്ക് ആണ് ഇതിനെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റിസ്ക് പെർസെപ്ഷനിൽ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള റിസ്കിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഷോർട്ട് കട്ടിലൂടെ, അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്ന ഷോർട്ട് കട്ടിലൂടെ യഥാർത്ഥത്തിലുള്ള റിസ്കിനെ നിങ്ങൾ കുറച്ച് കാണിക്കുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട്. മറ്റത് പെരുപ്പിച്ച് കാണിക്കുകയാണ് റിസ്കിനെ, അതേപോലെ തന്നെ അത് കുറച്ച് കാണിക്കുന്ന അവസ്ഥയും ഉണ്ട്. അപ്പൊ കുറച്ച് കാണിക്കുന്ന അവസ്ഥ നിങ്ങൾ നിരന്തരം പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ അതിന്റെ റിസ്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ കരുതുന്നത് അവിടെ നിലവിൽ ഇത് വളരെ ഈസിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ചെയ്ത ഒരു സ്ട്രാറ്റജി, റിലയൻസിൽ ചെയ്ത ഒരു സ്ട്രാറ്റജിയിൽ 1-2 മാസങ്ങൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഫണ്ട് റൈസ് ചെയ്തതായിട്ടുള്ള ഒരു എന്റെ ഒരു ഹിസ്റ്ററി മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു എന്നെ കൊണ്ട് അങ്ങനെ ആ വരാൻ പോകുന്ന വലിയ റിസ്കിന്റെ തോതിനെ സിമ്പിൾ ആക്കി ഞാൻ കരുതിക്കൊണ്ടാണ് അവിടെ പുറത്തുനിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. അത് അത്ര വലിയ റിസ്ക് അല്ല എന്ന്, ആക്ച്വലി നിലവിലുള്ള റിസ്കിനെക്കാട്ടിലും ചെറുതാണ് റിസ്ക് എന്ന് ഞാൻ കരുതുന്നു. ആ റിസ്കിന്റെ പെർസെപ്ഷൻ ഞാൻ ആക്ച്വലി എലിമിനേറ്റ് ചെയ്യുന്നു, കുറച്ച് സങ്കല്പിക്കുന്നു. ഈ രീതിയിലേക്കും ഈ അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് നിങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മനസ്സ് കണ്ടെത്തുന്ന ഷോർട്ട് കട്ടാണ് 2 ആംഗിളിലും. എന്തുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെ ഷോർട്ട് കട്ടുകൾ ഈ കാര്യത്തിൽ കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റ എവല്യൂഷണറി ആയിട്ടുള്ള ബ്രെയിനിന്റെ റീസണുകൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഡേഞ്ചർ ഫേസ് ചെയ്യുന്ന സമയത്ത്, ഒരു അപകടം മുന്നിൽ കാണുന്ന സമയത്ത് ബ്രെയിനിനെ സംബന്ധിച്ച് അത് ലോജിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് ആ അപകടത്തെ തരണം ചെയ്യേണ്ടത് മനുഷ്യന് ആവശ്യമായതുകൊണ്ട് അങ്ങനെ അവൻ ചെയ്ത് ശീലിച്ചത് കൊണ്ട് അത് വരും തലമുറകളിലേക്ക് കൈമാറി അവൻ ആ അവസ്ഥ ഇപ്പോഴും ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു പാമ്പ്, നിങ്ങളൊരു അടി കാല് വെക്കാൻ നിൽക്കുന്ന സമയത്ത് താഴെ ചുരുണ്ട് പാമ്പ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പാമ്പ് പിന്നെ ചവിട്ടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അവിടെ സിനിമയിൽ ദിലീപ് വെടിയുണ്ട വരുന്നതിന് മുമ്പ് അയ്യോ ആ വെടിയുണ്ട എന്റെ നേരെയാണല്ലോ വരുന്നത്, മാറിക്കളയാം എന്ന് ചിന്തിച്ച് മാറുന്നത് പോലെ ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്ന് കരുതുക. ഇത് ഇത്ര വിഷമുള്ള മൂർഖൻ പാമ്പാണ്, അത് അതിന്റെ തല ഇന്ന ഭാഗത്തേക്കാണ്, വാൽ ഇന്ന ഭാഗത്താണ്, അപ്പൊ അതവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് കൊത്താൻ സാധ്യതയുള്ള ഒരു സെക്കൻഡിൽ അതിന്റെ കൊത്തുന്ന സ്പീഡ് പിന്നെ ഒരു മീറ്ററാണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 മീറ്റർ സെക്കൻഡിൽ വേഗത്തിൽ ഞാൻ തിരിഞ്ഞു ഓടേണ്ടതുണ്ട് എന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ലോജിക്കലി വിശകലനം ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ആള് പണമായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾ ഇല്ലാതാവുകയും ആ മനുഷ്യവംശം തന്നെ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു ബിഹേവിയർ, ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ലോജിക്കൽ അനലൈസ് ചെയ്യുന്ന ബിഹേവിയർ മനുഷ്യന്റെ സർവൈവലിന് എതിരാണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ബ്രെയിൻ സ്വീകരിച്ചു വന്നിട്ടുള്ള മെത്തേഡാണ് അഫക്റ്റീവ് ഹ്യൂറോസ്റ്റിക് എന്ന് പറയുന്ന മനസ്സിന്റെ ഈ പ്രത്യേകത അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല ജീവിതത്തിൽ പലപ്പോഴും അപകടങ്ങളെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ കാണുന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്ന പല പ്രോസസ്സുകളും ബ്രെയിൻ ഒരു അപകടം പോലെ തന്നെ കാണുകയും ആ അപകടത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പണം നഷ്ടപ്പെടുമ്പോൾ പണത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടി, നഷ്ടപ്പെട്ട ലോസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടത് ഒരു അപകടമാണ്. അപ്പൊ അവിടെ ലോജിക്കലി അനലൈസ് ചെയ്യാൻ സമയമില്ല, പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ ബ്രെയിനിന്റെ എഫക്റ്റ് ആണ്. ആക്ച്വലി നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആണ്. അപ്പൊ ഇവിടെ മാർക്കറ്റിങ്ങിലൊക്കെ ജനറലി നമ്മുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനികൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ഡിസിഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഓഫർ തീരുന്നു, ഈ മാസം 30-ാം തീയതി വരെ ഓഫർ ഉള്ളൂ എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടെ ആ സമയത്തിന്റെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റ് ഈ പ്രൈസിൽ എനിക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ ആ ആവലാതി, ആ ഭീതി നിങ്ങളെ കൊണ്ട് ഡിസിഷൻ എടുക്കാൻ, ഇമോഷണൽ ബേസിൽ ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പല പ്രോഡക്റ്റുകളും നിങ്ങൾ വാങ്ങിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നിങ്ങൾ ട്രിഗർ ചെയ്യുന്നത് ഈ അഫക്റ്റീവ് നിങ്ങളുടെ കറണ്ട് ഇമോഷൻ ആണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത്. ലോജിക്കിലേക്ക് ഒന്നും നിങ്ങൾ പോകുന്നില്ല. ഈ ഓഫർ പിന്നെയും വന്നേക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇത് ആവശ്യമില്ല എന്നുള്ളത് ചിന്തിച്ചേക്കാം. ഈ നാടൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും കണ്ടില്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ്? നാടൻ ഊണ് അല്ലെ? അപ്പൊ അവിടെയൊക്കെ നാടിനോടുള്ള താല്പര്യം, വീടിനോടുള്ള നിങ്ങളുടെ ഇമോഷണൽ താല്പര്യം, ഇതിനെയൊക്കെ നിങ്ങളുടെ ഇമോഷൻ, ആ തരത്തിലുള്ള ഇമോഷനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അവിടെ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ ആ ഇമോഷന്റെ പുറത്തിൽ നിങ്ങൾ മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക്കിന്റെ ബേസിലാണ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങളുടെ കറന്റ് ആയിട്ടുള്ള താല്പര്യം അതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്, കാണാൻ പറ്റുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് എല്ലാവരും അതിന്റെ കൂടെ ഓടിപ്പോയി വാങ്ങി മാർക്കറ്റിൽ ബബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ കറണ്ട് ട്രെൻഡ്, ആ കറണ്ട് ഇമോഷന്റെ പുറത്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നു. അവിടെ ശരിക്കും ആ മാർക്കറ്റ് ഇത് ഓവർ പ്രൈസ് ആണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യുന്നതിലേക്ക് മനസ്സ് പോകാതെ മറ്റുള്ളവരെ ഫോളോ ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കുന്നതിന്റെ കാരണമാവുന്നതും മനസ്സിന്റെ ഇതേ ഷോർട്ട് കട്ട് നേച്ചറാണ്, അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആണ്. മാർക്കറ്റ് ബിയറിഷ് ആവുന്ന സമയത്ത് വീണ്ടും വീണ്ടും താഴേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഫിയർ എന്നുള്ള ഇമോഷന്റെ പുറത്ത് ആ ഇമോഷൻ നിങ്ങളെ ലോജിക്കലി അനലൈസ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിർത്തുകയും നിങ്ങൾ അവിടെ ഫിയറിന്റെ ബേസിൽ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ അനാലിസിസ് നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, അനാലിസിസ് ചെയ്യാൻ മടിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗിൽ പല ആസ്പെക്റ്റിലും ഇതിന്റെ സ്വാധീനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻട്രി എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായ ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രോബബിലിറ്റി എന്ന രീതിയിൽ മാർക്കറ്റിനെ സമീപിക്കുന്ന എലമെന്റിനെ ഇത് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതായത് ഇൻസെൻസിറ്റിവിറ്റി ടു പ്രോബബിലിറ്റി എന്ന ഒരു തലത്തിൽ അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി, അടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ അടുത്ത ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ മനുഷ്യന്റെ മനസ്സ് മറന്നു പോകുന്നു. അപ്പൊ ഞാൻ ആ ട്രെയിൻ ആക്സിഡന്റ് എക്സാമ്പിൾ പറഞ്ഞ പോലെ അതിന്റെ പിറകിലുള്ള പ്രോബബിലിറ്റി എത്രമാത്രം ഉണ്ട്, ആ ആക്സിഡന്റിന്, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് ആക്സിഡന്റിനുള്ള സാധ്യത എത്ര ഉണ്ട് എന്നുള്ളത് പ്രോബബിലിറ്റി വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ മനുഷ്യ മനസ്സ് മറന്നു പോകുന്നു. അപ്പൊ ആ പ്രോബബിലിറ്റി അനാലിസിസിനോടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ട്രേഡിംഗിലേക്ക് വരുമ്പോഴും നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഓപ്ഷൻ ബയസ്, ഒപ്റ്റിമിസം ബയസിനെ പറ്റിയിട്ടുള്ള എപ്പിസോഡിൽ എന്നാണ് ഞാൻ കരുതുന്നത്, അങ്ങനെയാണ് എന്റെ ഓർമ്മ. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തൊട്ടടുത്ത ട്രേഡിലേക്ക് പോകുമ്പോൾ അടുത്ത ട്രേഡ് പ്രോഫിറ്റ് ആവുമെന്ന് കരുതിയിട്ടാണല്ലോ പല ട്രേഡുകളും അടുത്ത ട്രേഡിലേക്ക് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ അർജൻസി കാണിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ അടുത്ത ട്രേഡ് പ്രോബബിലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാതെ നിങ്ങളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബയസാണ്. അവിടെ യഥാർത്ഥത്തിൽ ലോജിക്കലി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ 45% വിൻ റേഷ്യോ ഉള്ള ഒരു മെത്തേഡാണ് ചെയ്യുന്നത് എങ്കിൽ തൊട്ടടുത്ത ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത 45% മാത്രമാണ്. 55%വും നിങ്ങൾ എടുക്കുന്ന അടുത്ത ട്രേഡ് പരാജയപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രോബബിലിറ്റി അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. എന്നാൽ നിങ്ങളുടെ ആ അനാലിസിസിലേക്കുള്ള സെൻസിറ്റിവിറ്റിയെ കട്ട് ഓഫ് ചെയ്യുന്ന ആക്ടിവിറ്റി അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന മനസ്സിന്റെ അവസ്ഥ അവിടെ നടപ്പിലാക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രോബബിലിറ്റി എന്ന രീതിയിൽ അടുത്ത ട്രേഡിനെ കാണാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു. അവിടെയാണ് നിങ്ങളൊരു ട്രേഡ് ലോസ്, നിങ്ങൾ ആദ്യത്തെ ഒരു 3 ട്രേഡ് ചെയ്തു, 1500 റിസ്കിലാണ് 3 ട്രേഡുകൾ ചെയ്തത്. അപ്പൊ 1500 വെച്ചിട്ട് 4500 ലോസ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ ഈ കറന്റ് ഇമോഷൻ, നിങ്ങൾ ആ വൈകാരികമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ കറന്റ് ഇമോഷന്റെ ബേസിൽ നിങ്ങളുടെ മനസ്സ് ഷോർട്ട് കട്ട് അന്വേഷിക്കുന്നു, ഈ പറഞ്ഞ അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആക്ടിവേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കുന്ന സമയത്ത് അവിടെ ആ ട്രേഡിന് 45% മാത്രമേ വിജയ സാധ്യതയുള്ളൂ എന്നുള്ളത്, 45% മാത്രമേ വിജയ സാധ്യതയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങളുടെ വിൻ റേഷ്യോ 45 ആണെങ്കിൽ എന്നിട്ട് നിങ്ങൾ കരുതുന്നത് അടുത്ത ട്രേഡ് എന്തായാലും വിജയം, കഴിഞ്ഞ 3 ട്രേഡ് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഈ 4500ന്റെ ലോസും കഴിഞ്ഞ് പിന്നെ 1500 എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 6000 രൂപയുടെ റിസ്ക് ഇവിടെ എടുക്കാം. എന്നാൽ ഇന്ന് ചെയ്ത 3 ട്രേഡിന്റെ ലോസും കവർ ചെയ്തിട്ട് 1500 രൂപ പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് അവസാനിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് അടുത്ത ട്രേഡിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യപ്പെടുന്നു.
അപ്പൊ അവിടെ നിങ്ങൾക്ക് ആ പ്രോബബിലിറ്റിയെ പറ്റി ആ സമയത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബ്ലാങ്ക് ഔട്ട് ആക്കിയ എലമെന്റ് എന്ന് പറയുന്നത് അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആയിരുന്നു. അപ്പൊ ജനറലി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങളുടെ എൻട്രികളെ മിസ്ഇൻട്രപ്റ്റ് ചെയ്യുന്നതിൽ ഈ എലമെന്റ് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ കറന്റ് ഇമോഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എൻട്രികളിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പാരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ പോലും ആ പാരാമീറ്ററുകളെ പരിഗണിക്കാതെ നിങ്ങൾ അടുത്ത ട്രേഡിലേക്ക് എൻട്രി എടുക്കുന്നു. അപ്പൊ ആദ്യത്തെ 3 ലോസിന്റെ ഒരു എഫക്ട് കൊണ്ട് ആ ഇമോഷൻ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഈ എൻട്രി ക്രൈറ്റീരിയൻ ഒന്നും മറക്കുന്നില്ല, അതെല്ലാം നിങ്ങൾ മറക്കുന്നു, നിങ്ങളുടെ പ്രോസസ്സ് നിങ്ങൾ മറക്കുന്നു, അടുത്ത ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പൊ അവിടെ നിങ്ങൾ അതിന് പ്രേരിപ്പിച്ചത് ഈ ബ്രെയിനിന്റെ ഷോർട്ട് കട്ട് മെക്കാനിസം ആണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത ടാർഗറ്റിൽ ഒന്നും വെയിറ്റ് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നു തോന്നുമ്പോൾ ഭയത്തിന്റെ സ്വാധീനത്താൽ, കറന്റ് ഇമോഷൻ അവിടെ ഫിയർ ആണ്, ആ ഫിയറിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ബ്രെയിൻ ഷോർട്ട് കട്ട് അന്വേഷിക്കുന്നു, വേഗം എക്സിറ്റ് ചെയ്തിട്ട് ഓടാൻ ശ്രമിക്കുന്നു. അവിടെയും ഇതിന്റെ സ്വാധീനമാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യുന്നത്, റിസ്കിനെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ, റിസ്ക് ഒന്നുകിൽ കൂടുതലാണെന്ന് കരുതുന്നു, നിങ്ങൾക്ക് ശരിയാവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, ഫോറക്സ് ഭയങ്കര അപകടമാണെന്ന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള എക്സ്പീരിയൻസ്, ഫാൾസ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടും നിങ്ങൾ പിന്നീടും അത് ട്രൈ ചെയ്യാൻ മടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു, അതിലേക്ക് പോവാതിരിക്കുന്നു. അല്ലെങ്കിൽ ശരിയായ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ആ മുമ്പത്തെ എക്സ്പീരിയൻസ് തന്നെ ഇനിയും നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാതെ നിങ്ങൾ കൺക്ലൂഷനിൽ എത്തിക്കൊണ്ട് അതൊന്ന് മാറി നിൽക്കുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. മറ്റൊന്ന് ഭയമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. അവിടെ കുറച്ച് തവണ സക്സസ് ആയപ്പോൾ ആ ഇമോഷന്റെ മാത്രം അടിസ്ഥാനത്തിൽ പിന്നീട് റിസ്കിനെ കുറച്ച് കാണുന്നു. അപ്പൊ ഈ 2 അവസ്ഥയിലേക്കും കാരണമാവുന്നത് അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ മറ്റൊന്ന് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന കാര്യത്തെ നമ്മൾ കണക്കാക്കുന്നില്ല. പ്രോബബിലിറ്റി, ഒരു അടുത്ത ട്രേഡിന്റെ പ്രോബബിലിറ്റി എത്ര വേണമെന്നുള്ളത് ചിന്തിക്കാതെ നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെയും ആ കറണ്ട് ഇമോഷൻ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ ഇവോൾവ് ചെയ്ത് തന്ന എവല്യൂഷണറി നേച്ചർ അനുസരിച്ചുള്ള നമ്മുടെ സർവൈവലിന് വേണ്ടി സെറ്റ് ചെയ്ത ബ്രെയിനിന്റെ ബേസിക് നേച്ചർ വെച്ചിട്ടാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ തലത്തിലും നിങ്ങളെ സ്വാധീനിക്കുന്ന, ഈവൻ ഇൻവെസ്റ്റ്മെന്റിൽ സ്വാധീനിക്കുന്ന, നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ലോജിക്ക് വെച്ചിട്ടാണ് അനലൈസ് ചെയ്തത്, ആ സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മറന്നുകൊണ്ട് ഭയപ്പെട്ട് നിങ്ങൾ നേരത്തെ എക്സിറ്റ് ചെയ്യും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം. നിങ്ങൾ അതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ എക്സിറ്റ് ചെയ്ത സമയത്ത് പിന്നീട് ചിലപ്പോൾ നിങ്ങൾ ആ വാങ്ങിച്ച സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണാനും പറ്റുന്നു. അപ്പൊ അവിടെ കറണ്ട് ഇമോഷനാണ് നിങ്ങളെ അതുകൊണ്ട് അത് ചെയ്യിച്ചത്. അപ്പൊ ആ കറണ്ട് ഇമോഷന്റെ സമയത്ത് നിങ്ങളുടെ ലോജിക്ക് അവിടെ ഇല്ലാണ്ടായി, ലോജിക്കലി നിങ്ങൾ അനലൈസ് ചെയ്താണെന്നുള്ളത് മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോഴും അവിടെയും ട്രിഗർ ചെയ്ത എലമെന്റ് ഇത് തന്നെയായിരുന്നു, അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക് ആയിരുന്നു അവിടെ ട്രിഗർ ചെയ്ത എലമെന്റ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ലൈഫിലും നിങ്ങൾ എടുക്കുന്ന പല ഡിസിഷനിലും ഇത് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂവിനെ, നിങ്ങളുടെ റിലീജിയസ് വ്യൂവിനെ ഒക്കെ ആ ഒരു വളരെ ബ്ലൈൻഡ് ആയിട്ട് അത് പിന്തുടരുന്നതിൽ നിങ്ങൾ ഈ പറഞ്ഞ എലമെന്റ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മാറ്റാൻ എന്താണ് നമുക്ക് നോക്കാൻ പറ്റുക? ട്രേഡിങ്ങിൽ ഇത് വരാതിരിക്കാൻ എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം? നമ്മുടെ ഏത് രീതിയിലുള്ള മെന്റൽ ഇഷ്യൂസ് ആണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പൊ ഇവോൾവ് ചെയ്ത് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിലുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്, എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ബ്രെയിൻ, നിങ്ങൾ പ്രത്യേക പരിശീലനം ഒന്നും ഇല്ലാതെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ ഇതേ സൈക്കിളിൽ ഇതേ റൂട്ടിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതാണ് ബ്രെയിനിന്റെ നേച്ചർ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത് ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടത് ബ്രെയിനിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ നേച്ചറിനെ മറികടന്നുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് പരിശീലനം എന്നുള്ളത് വളരെ പ്രത്യേകം നിങ്ങൾ എടുക്കേണ്ട ഒരു വാക്കാണ്. നാച്ചുറലി ബ്രെയിൻ എന്താണോ ചെയ്യാൻ സാധ്യതയുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിരന്തരമായ പരിശീലനം വേണം, അതിന്റെ അവയർനെസ് വേണം, ആ കാര്യത്തെ മനസ്സിലാക്കണം. എന്നിട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മനസ്സിന്റെ കാര്യം അങ്ങനെയാണ്, നിരന്തരമായ പരിശീലനമാണ് മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് പരിശീലിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ എൻട്രി, കറണ്ട് ഇമോഷന്റെ ബേസിൽ നിങ്ങളുടെ എൻട്രിയിൽ നിങ്ങൾ വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്ന് കാണുക. അപ്പൊ അത് കട്ട് ഷോട്ട് ചെയ്യുന്നു, എൻട്രിയുടെ പാരാമീറ്ററുകൾ നിങ്ങൾ മറന്നു പോകുന്നു. അപ്പൊ അവിടെ നിങ്ങൾ എല്ലാ ട്രേഡിലും നിങ്ങൾ പരിശീലിക്കേണ്ടത്, കറണ്ട് ഇമോഷൻ ഉണ്ടാവുമ്പോൾ മാത്രം ഇത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എല്ലാ ട്രേഡിലും നിങ്ങൾ പരിശീലിക്കേണ്ടത് നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയകൾ ചെക്ക് ലിസ്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക ഒരു എക്സലില്. എന്നിട്ട് അതെല്ലാം നിങ്ങൾക്ക് ഒരു പേപ്പറിലാണ് സൗകര്യമെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങളുടെ ആ
എന്തൊക്കെയാണോ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയകൾ അത് ചെക്ക് ലിസ്റ്റ് ഒരു കോളം 1, 2, 3, 4 ചെക്ക് ലിസ്റ്റുകൾ വെക്കുന്നു. ആ തൊട്ട് അടുത്ത് നിങ്ങൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് അതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ടിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. അത് എത്ര ആ പറഞ്ഞ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയകൾ എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. അത് മീറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾ ആ എൻട്രി അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ട്രേഡിന്റെ ഇടയിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്തുന്നവരാണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരേ സമയം കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള അസാധാരണമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ട്രെയിൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന എൻട്രിക്ക് എത്ര ക്രൈറ്റീരിയ ഉണ്ടാവും? 5 പാരാമീറ്ററുകൾ ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ എൻട്രി പാരാമീറ്റർ ആയിട്ട് 5 പാരാമീറ്റർ ഓരോന്ന് ടിക്ക് ചെയ്യാൻ എത്ര സെക്കൻഡ് വേണം? ഓരോ സെക്കൻഡ് വെച്ചിട്ട് കൂട്ടിക്കോളും, 5 സെക്കൻഡ് വേണം അല്ലെ? അപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ CPR ഏതെങ്കിലും പിവോട്ട് ലെവലിലാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നത്, CPR അല്ലെങ്കിൽ CPR ലെവലുകളിൽ. അവിടെ നിങ്ങൾക്ക് ഒരു മൂവിംഗ് ആവറേജും കൂടെ ഉണ്ട്. മൂവിംഗ് ആവറേജിന്റെ മുകളിലാവണം 20 അല്ലെങ്കിൽ 100, 200 വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ മുകളിൽ പ്രൈസ് ആവണം. ഒന്ന് CPRന്റെ ഏതെങ്കിലും ലെവലിലാവണം. ആ ലെവലിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു ബുള്ളിഷ് ഇൻഗൾഫിംഗ് അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ ഫോം ചെയ്തിട്ടുണ്ടാവണം. ഇത്രയാണെന്ന് കരുതാം. ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കരുത്, ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ആൾറെഡി നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ട്രേഡിന് 1 മിനിറ്റിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് കരുതാം. ഞാൻ പറയുന്നത് 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് പോലും ഈ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്ത 2 കാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുകയാണ്. ഇനി 3ാമത്തെ കാൻഡിൽ വരുമ്പോഴാണല്ലോ അതൊരു മോർണിംഗ് സ്റ്റാർ ആവാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇംഗുൾഫിംഗ് ആവാന്ന് അറിയാം. അപ്പൊ അടുത്ത കാൻഡിൽ ഇംഗുൾഫിംഗ് ആവാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. 200 EMA മുകളിലാണ് നിങ്ങൾ ടിക്ക് ചെയ്തു. CPR ലെവലിന്റെ ഒപ്പാണ് നിങ്ങൾ ടിക്ക് ചെയ്തു. വേറെ എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയ? അതും ഒക്കെയാണ് ടിക്ക് ചെയ്തു. അവസാനത്തെ ഒരെണ്ണം മാത്രം ടിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അതെന്താണ്? അത് ഇംഗുൾഫിംഗ് ആവണം അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ ആവണം എന്നുള്ളതാണ്. നിങ്ങൾ ആ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ 60 സെക്കൻഡ് ബാക്കിയുണ്ട്. ഈ 60 സെക്കൻഡിന്റെ ഇടയിൽ ഒറ്റ പാരാമീറ്റർ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ ആ ഒരു പാരാമീറ്റർ ടിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ബാക്കി എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ മീറ്റ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് അത് ടിക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ വൈകാരികമായിട്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ചെയ്യാനല്ല നോക്കേണ്ടത്. ഇത് ഒരു വികാരവും ഇല്ലാതെ ഓരോ ട്രേഡിലും നിരന്തരം ഇത് പരിശീലിക്കുന്നതിലൂടെ ഈ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരു ന്യൂറൽ പാത്വേ ആയിട്ട് മാറുന്നു. നിങ്ങൾ മറ്റേ രീതിയിൽ സ്വാഭാവികമായിട്ട് എഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക്കിന്റെ ബേസിൽ ഷോർട്ട് കട്ടുകൾ എടുത്ത് ട്രേഡ് എടുക്കുക എന്നുള്ളത് ഒരു ഇൻബിൽറ്റ് പാത്വേ ആണ്, നമ്മുടെ ഉള്ളിലുള്ള ന്യൂറൽ പാത്വേ ആണ്. അപ്പൊ ഇത് നിരന്തരം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു പാത്വേ ആയിട്ട് മാറുന്നു. അപ്പോൾ പിന്നീട് നിങ്ങൾ ഇമോഷന്റെ പുറത്ത് ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ പോലും നിങ്ങളെ ബ്രെയിൻ ശീലിച്ചിട്ടുള്ളത് എന്താണ്? ചെക്ക് ലിസ്റ്റ് നോക്കുക, ടിക്ക് ചെയ്യുക, അതിൽ വന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് മാത്രം എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സർക്കിളിലൂടെ നിങ്ങളുടെ മനസ്സ് കറങ്ങുകയുള്ളൂ. അപ്പൊ നിരന്തരം അത് ശീലിക്കുമ്പോൾ മറ്റതിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എൻട്രിയിൽ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരിശീലിക്കുക. എക്സിറ്റ്, വൈകാരികമായ രീതിയിലുള്ള എക്സിറ്റ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ എക്സിറ്റിന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 1:2 ആണെങ്കിൽ 1:2 എന്നുള്ളത് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുന്നു. ആ 1:2 വെച്ചതിന്റെ ലോജിക്ക് നിങ്ങൾ മെഷർ ചെയ്യുന്നു. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾ CPRലെ റെസിസ്റ്റൻസ് 1 അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 2 ആയതുകൊണ്ടാണ് അവിടെ നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് 2 R2 എത്തിയിട്ടുണ്ടാവണം. അത് ടിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അർഹതയുള്ളൂ. 1:2 കിട്ടിയിട്ടുണ്ടാവണം. അത് മീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ട് താഴെ, അത് റെഡ് ആവണം. MACD ഉണ്ട് എന്ന് കരുതുക. അപ്പൊ MACD റെഡ് ആവുകയാണെങ്കിലാണ് നിങ്ങൾ ക്രോസ് അല്ലെങ്കിൽ താഴേക്ക് ക്രോസ് ഓവർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ ആവണം. അപ്പൊ അത് ടിക്ക് ചെയ്ത് വെക്കുന്നു, ഇത് ടിക്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ അവസാനത്തും കൂടെ ടിക്ക് ചെയ്യുന്ന സാഹചര്യം വന്നാൽ മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എൻറ്റർ ചെയ്തിട്ട് അതിനുശേഷം ഉണ്ടാവുന്ന പാറ്റേണുകൾ അനുസരിച്ച് എക്സിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ഇനി ഫിക്സഡ് ആണ് ടാർഗറ്റ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾ എൻട്രി എടുത്തിട്ട് മാനുവലി എക്സിറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങളുടെ ടാർഗറ്റ് അവിടെ പ്ലേസ് ചെയ്ത് വെക്കുക, അതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ മറികടക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ, പരിശീലിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പ് ലോസിൽ പ്രശ്നമുള്ള ആളുകൾക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസിന്റെ ലോജിക്ക് മെൻഷൻ ചെയ്ത് എന്തിനാ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏർലി സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുമ്പ് ഇമോഷണലി ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിന്റെ ലോജിക്ക് എന്താണ്? തൊട്ട് പ്രീവിയസ് സ്വിങ്ങിന്റെ താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്വിങ്ങിന്റെ താഴെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ലിസ്റ്റ് ആണ്. ജസ്റ്റ് 1 എക്സാമ്പിൾ. അതേപോലെ എന്താണോ ഉള്ളത് അത് നിങ്ങളാണ് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് കണ്ടെത്തേണ്ടത്, അതിന് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഇത് പാടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടൊക്കെ ഉള്ള കാര്യമാണ്. ഈ രീതിയിൽ വേണം നമ്മൾ, കാരണം ഇതിനെ ഒരു എയറിൽ അഴിച്ചു വിട്ട നൂലില്ലാത്ത പട്ടത്തിനെ പോലെ വിടാൻ പറ്റില്ല മനസ്സിനെങ്ങനെ അവിടെ ഇവിടേക്ക് കെട്ടിയിടണം. അതിനാണ് ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ അതിലിങ്ങനെ നമ്മുടെ മനസ്സ് കെട്ടിയിട്ട പോലെ നിൽക്കുകയും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അത് നിരന്തരം ചെയ്ത് അതിന്റെ ഉള്ളിൽ കടന്ന് കറങ്ങാൻ നേരത്തെ പറഞ്ഞതുപോലെ
മനസ്സ് ശ്രമിക്കുകയും അത് ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ടെംപ്റ്റേഷൻസിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പൊ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ജീവിതത്തിലും നമ്മുടെ ട്രേഡിങ്ങിലും നമ്മളെ സ്വാധീനിക്കുന്ന അഫക്റ്റീവ് ഹ്യൂറിസ്റ്റിക്കിനെ ഈ പറഞ്ഞ കൃത്യമായ എക്സസൈസ് കൊണ്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതും കമന്റിൽ ചോദിക്കാവുന്നതാണ്. ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവർക്ക് നമ്മുടെ പൊസിഷണൽ ട്രേഡുകളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ യൂട്യൂബിലെ ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണത്. വളരെ ഫണ്ടമെന്റലി ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ നമ്മൾ സ്മോൾ ക്യാപ്പ് ഏരിയയിൽ പെട്ട സ്റ്റോക്കുകളാണ് ഷെയർ ചെയ്യുന്നത്. അതിന്റെ പാർട്ടായിട്ട് മാറാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് എടുത്തത്, അതേപോലെ നിരന്തരമുള്ള പരിശീലനത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം വർഷത്തിൽ 20 പേർക്ക് മാത്രം കൊടുക്കുന്ന അവസരമാണ്. 2.5 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. മിനിമം ഒരു 3 ലക്ഷത്തിനെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രോഗ്രാമിലേക്ക് കോൺടാക്ട് ചെയ്യുക. വളരെ ഗൗരവത്തോടെ ട്രേഡിങ്ങിനെ കാണുന്ന ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോയുടെ ഭാഗത്ത് കൊടുക്കുന്നു. പ്ലസ് പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സൈക്കോളജി എപ്പിസോഡ് മുഴുവനായിട്ട് കാണാത്തവർ മുഴുവൻ എപ്പിസോഡിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മെന്റർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, ആ ബിസിനസ് പ്ലാൻ ചെയ്ത്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ, അനാലിസിസ്, പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിൽ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 2ാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ
നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 month പ്രോഗ്രാം ആണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും. അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ 2 മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എൻ്റെ പരിചയം, ബിസിനസ്സിലുള്ള എൻ്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിലൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു 1 day പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.